ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് യു കേരള ബൈ ഫാം. ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ട് വരാമെന്ന് വിചാരിച്ച്. എന്താണെന്നല്ലേ, നമുക്ക് നോക്കാം. ആദ്യം തന്നെ പാൻ എടുത്ത് ചൂടാക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് കോക്കനട്ട് മെൽറ്റ് ചെയ്യാം. മെൽറ്റ് ചെയ്ത കോക്കനട്ട് വേണം നമുക്ക് കുറച്ച് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കടുക് കറിവേപ്പില അതെ, നമ്മുടെ വറ. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഓണിയൻ, അതുപോലെ തന്നെ ഷാലറ്റ് ആൻഡ് ദെൻ കുറച്ച് ഗ്രീൻ ചില്ലി ഇത് കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വേണം നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമുക്ക് പാകത്തിന് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം അതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, കുറച്ച് കട്ട് ചെയ്ത് വെച്ച് ടൊമാറ്റോ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. ഏകദേശം പാകത്തിന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, അടുത്തതായിട്ട് കുറച്ച് ചില്ലി പൗഡർ, ഗരം മസാല, ടർമറിക് പൗഡർ, coriander powder and some pepper powder, fennel seed and kashmiri powder. Then mix everything together. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇവളിത് എന്ത് തേങ്ങയാണ് ഈ വെക്കുന്നതെന്ന്. ഇതാണ് ഞണ്ട് കറിയാണ് ഇന്ന് ഞാൻ സീക്രട്ടായിട്ട് ഉണ്ടാക്കാൻ പോണത്. ഞണ്ട് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കും എൻ്റെ മോക്കും വളരെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ കാക്കും ഇഷ്ടമേ അല്ല. അതിൻ്റെ സ്മെല്ല് കാണുമ്പോൾ തന്നെ ഉഖാനം വരും എന്നൊക്കെ പറയും. കുഴപ്പമില്ല, നമുക്കത് വിടാം. ഞാൻ നോർമലി ഇത് റോസ്റ്റായിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നത്. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഒന്നും കൂടി ആഡ് ചെയ്തതാണേ. ആരും പേടിക്കണ്ട, പെട്ടെന്ന് ഈ പൂക്കളൊക്കെ ബാക്ക്ഗ്രൗണ്ടായി വന്നേന്നല്ലേ. എൻ്റെ ഓരോ കലാവിരുതുകളേ. ഞണ്ടൊന്ന് മൊത്തത്തിൽ വെന്ത് വരാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ്സ് എങ്കിലും എടുക്കും. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ വിട്ടുപോയി. എന്താന്നല്ലേ? ഏതായാലും അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ എടുക്കാൻ പോവാന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, തേങ്ങയൊക്കെ പിഴിഞ്ഞ് അരച്ച് കുറേ പണിയെടുക്കണം. അതല്ല, ഈ ക്യാൻ ഒന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് പൊരിഞ്ഞ പണി. എൻ്റെ ഹസ്ബൻഡ് ഇതിൽ ഒരു അരമണിക്കൂറെങ്കിലും മല്ലിട്ടിട്ടായിരിക്കും ക്യാനൊന്ന് പൊട്ടിച്ചിട്ടുണ്ടാവും. എല്ലാവരും പറയാറുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കാൻ പാടില്ല എന്ന്. പക്ഷെ ഞാൻ തിളപ്പിക്കും. കാരണം അതിലെ ആ ഒരു എണ്ണ കൂടി അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ തിളപ്പിക്കുന്നത്. ആ ഒരു എണ്ണയും കൂടി ഇറങ്ങുമ്പം നല്ലൊരു ടേസ്റ്റാണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. എൻ്റെ മോൾക്ക് ഞണ്ട് കറി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇതൊന്ന് തിളച്ച് തീരാൻ പോലും അവൾക്ക് സമയമില്ല. വെന്തെന്ന് കണ്ട പാടെ തന്നെ അവൾ പറഞ്ഞു വിശക്കുന്നൂന്ന്. അപ്പോൾ പിന്നെ നമ്മളെന്തായാലും അവൾക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ ഇതൊന്ന് വറ്റി വരാനും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് അതിനൊന്നും സമയമില്ല. അവൾക്ക് ഞണ്ട് എങ്ങനെയെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ള ഒറ്റ തീരുമാനം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ എന്താക്കി, അവൾക്ക് കുറച്ച് ചോറും ഈ ഞണ്ട് കറിയും കൂടി കൊടുത്തു. അതിനുശേഷം ഒന്നും കൂടി തിളപ്പിച്ച് വച്ചതിന് ശേഷമാണ് ഞാനിത് അപ്പത്തിലേക്ക് സെർവ് ചെയ്തത്. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യേ. നല്ലതാണെന്ന് നോക്കാലോ. എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പം ലൈക്കും ഷെയറും ചെയ്യണേ. ബൈ.